ഹൈന്ദവ വിശ്വാസി സമൂഹത്തോട് അകന്നതാണ് LDFിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയുടെ പ്രധാന കാരണമെന്ന് കണ്ടെത്തിയ CPM ഇനി അതിനെ മറികടക്കുവാനുള്ള തന്ത്രപ്പാടിലാണ്. നേരത്തെ ഒട്ടനവധി ക്ഷേത്ര കമ്മിറ്റികളിൽ ഇടം പിടിച്ചിരുന്നവർ പിൽക്കാലത്ത് അതിൽ നിന്നും വിട്ടുപോകുവാനുള്ള പ്രധാന കാരണം CPMലേക്ക് ന്യൂനപക്ഷ വിഭാഗങ്ങളെ കൂടുതൽ അടുപ്പിച്ചു നിർത്തുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു. അതുകൊണ്ട് ചിലയിടങ്ങളിലെ സഖാക്കൾക്ക് ക്ഷേത്ര ചടങ്ങിൻ്റെ ഭാഗമായി കയ്യിൽ കെട്ടിയിരുന്ന ചരടുകൾ വലിച്ചു പൊട്ടിക്കുകയും നെറ്റിയിൽ ചാർത്തിയ ചന്ദനക്കുറികളുമൊക്കെ മായ്ച്ചു കളയേണ്ടതായും വന്നിട്ടുണ്ട്. പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാനിഫെസ്റ്റോയിൽ ഹിന്ദുക്കൾക്ക് മാത്രം ബാധകമാകുന്ന തരത്തിൽ എഴുതപ്പെട്ട രീതിയിലായിരുന്നു ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും എതിർത്തിരുന്നത്. ഓണാഘോഷത്തിന് വിലക്ക്, അഷ്ടമിരോഹിണിക്ക് വിലക്ക്, ശബരിമലയിലെ ആചാര അനുഷ്ഠാനങ്ങൾക്കെതിരെ എന്നീ കഴിഞ്ഞ ദിവസമാണ് ഒരു പരിപാടിയിലെ ഈശ്വര പ്രാർത്ഥനയെപ്പോലും ശ്രീ പിണറായി വിജയൻ എതിർത്തത്. ഇതിൻ്റെയൊക്കെ വലിയ തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പരാജയത്തിൻ്റെ കാരണവും. അതിനാൽ ഇനി എങ്ങനെയാണ് ഇറങ്ങിപ്പോന്ന ആ ക്ഷേത്ര കമ്മിറ്റികൾ വീണ്ടും തിരിച്ചു കയറുക, അതിൻ്റെ വലിയ ചിന്തപ്പാടിലുമാണ് അവർ. നേരത്തെ CPM അടക്കമാണിരുന്ന ഭൂരിഭാഗം ക്ഷേത്ര കമ്മിറ്റികളിലും ഇപ്പോൾ RSSകാരോ BJPക്കാരോ ഒക്കെയാണ് ഉള്ളത്. അതുകൊണ്ട് അവിടെയൊക്കെ ഇനി പതിയെ ചെല്ലാനേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഏറ്റവും എളുപ്പം ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്ര കാര്യങ്ങളിൽ ഇടപെടുക എന്നുള്ളതാണ്. അതാകുമ്പോൾ പാർട്ടി സഖാക്കളെ തന്നെയാണ് ഭൂരിഭാഗം ദേവസ്വം ബോർഡ് ജീവനക്കാരായി ഇപ്പോൾ തിരികെ കയറ്റിയിട്ടുള്ളത്. അതിൻ്റെയൊക്കെ വെളിച്ചത്തിലാണ് എറണാകുളം ജില്ലയിലെ പള്ളുരുത്തിയിൽ അവിടെ സ്ഥിതി ചെയ്യുന്ന ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള കോതകുളങ്ങര ശ്രീ ശാസ്താ ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം മമ്മട്ടിയും പിക്കാസും കൂടെ JCBയുമായി സഖാക്കൾ അവിടെ എത്തിയത്. കൊച്ചി കോർപ്പറേഷൻ്റെ പരിധിയിൽ വരുന്ന ഈ സ്ഥലത്തുള്ളത് അതിപുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. നേരത്തെ ഏക്കർ കണക്കിന് സ്ഥലം ഇവിടെ ഉണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഒരു 10-25 സ്ഥലപരിമിതിയിൽ ഒതുങ്ങിയിരിക്കുകയാണ് ഈ ക്ഷേത്രം. ക്ഷേത്രത്തിന് മുൻവശത്തുള്ള ക്ഷേത്രക്കുളത്തിന് സമീപം അല്പ സ്ഥലമാണ് ഇവിടെയുള്ളത്. ഇവിടെയാണ് ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് സ്റ്റേജ് നിർമ്മിക്കുന്നതും പരിപാടികളൊക്കെ നടത്തുന്നതുമൊക്കെ. അവിടെയാണ് ഒരു സുപ്രഭാതത്തിൽ വന്ന സഖാക്കൾ CPMൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കർഷക സംഘത്തിൻ്റെ പേരിൽ കൃഷി ചെയ്യാനെന്ന പേരിൽ ക്ഷേത്രമുറ്റം JCB ഉപയോഗിച്ച് കുത്തിമറിച്ചത്. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ക്ഷേത്രമുറ്റത്തെത്തിയ സഖാക്കൾ ചെയ്ത ഒരു പണിയാണിത്. എന്നാൽ ക്ഷേത്രമുറ്റം ഇങ്ങനെ അലങ്കോലമാക്കിയ സഖാക്കൾക്കെതിരെ വലിയ പ്രതിഷേധം തന്നെയാണ് അവിടെ വിശ്വാസികൾ അവിടെ സംഘടിപ്പിച്ചത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച LDFിൻ്റെ ഡിവിഷൻ കൗൺസിലർക്ക് നേരെയും വിശ്വാസികളുടെ പ്രതിഷേധം ഉയരുകയുണ്ടായി. വിശ്വാസികളുടെ പ്രതിഷേധത്തെ പിന്തുണച്ച് ഹിന്ദു ഐക്യവേദിയും രംഗത്ത് വന്നതോടെ CPM സഖാക്കളുടെ കർഷക സംഘത്തിൻ്റെ പേരിൽ തോന്നിയ ആ കുരുട്ടുബുദ്ധി അവിടെ അവസാനിപ്പിച്ച് കെട്ടും പാണ്ഡവുമായി മടങ്ങിപ്പോവുകയായിരുന്നു. സത്യത്തിൽ ഇങ്ങനെ ക്ഷേത്രഭൂമി നിരവധി ആളുകൾ കയ്യേറിയതുപോലെ തന്നെ കേരളത്തിലെ ഇടതുപക്ഷ പാർട്ടികളും കയ്യേറിയിട്ടുണ്ട്. അതിവിടുത്തെ പല ക്ഷേത്രങ്ങൾക്കും സമീപമായിട്ടുള്ള ഇവരുടെ പാർട്ടി ഓഫീസുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇനി പഴയതുപോലെ അങ്ങനെ ആടിനെ പട്ടിയാക്കുന്ന സമീപനം CPMന് കേരളത്തിൽ വിലപ്പോവില്ല എന്ന ആ ഒരു നഗ്ന സത്യം CPM തിരിച്ചറിയണം. നിങ്ങളിൽ നിന്നും വിട്ടുപോയ വിശ്വാസ സമൂഹത്തെ ഇനിയും തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങളുടെ ഈ കർഷക സംഘം പോലെയുള്ള ഈ ലൊട്ടിലൊടുക്ക് സംഘടനകൾ കൊണ്ടൊന്നും സാധ്യമല്ല. വിശ്വാസികൾക്ക് വിശ്വാസമുണ്ടാകുന്ന തരത്തിൽ നിങ്ങളുടെ പ്രവർത്തന പദ്ധതിയിൽ മാറ്റം വരുത്തി അതിവിടുത്തെ വിശ്വാസികൾക്ക് പൂർണ്ണമായും ബോധ്യമാകുന്ന രീതിയിലാണെങ്കിൽ വീണ്ടും ഒരു പ്രതീക്ഷയ്ക്കുള്ള സാഹചര്യം ഉണ്ടാകുമെന്ന് നിങ്ങൾക്കൊന്ന് പരീക്ഷിക്കാവുന്നതാണ്.